എന്താ നിങ്ങൾക്കൊരു ആൺകുട്ടിയെ പറഞ്ഞത്? അതെയോ? കാണാമോ? പിന്നെന്താ. താങ്ക് യു. എനിക്കും ആൺകുട്ടി തന്നെ ജനിക്കാൻ പോകുന്നു. നിങ്ങൾക്കൊരു ആൺകുട്ടിയെ പറഞ്ഞത്? ആൺകുട്ടിയോ? അത് കൊള്ളാം, അത് അടിപൊളി. എന്താ ഇത്? കുഞ്ഞ് നന്നായിട്ട് വെളുത്തിട്ടുണ്ടല്ലോ. അതെ, കുഞ്ഞ് നല്ല വെളുത്ത് ചോന്നിരിക്കുന്നല്ലേ? നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാ ഒരു സംശയം വന്നു തോന്നിയത്. നീയും കറുത്താണ്, ഞാനും കറുത്തതാണ്. കുഞ്ഞ് മാത്രം എങ്ങനെ ഇത്ര വെളുത്തായിട്ട് ജനിക്കുന്നത്? നിങ്ങളുടെ ഈ സംശയം ഒരു കാലത്തും തീരാ. കുഞ്ഞ് കരയുന്നു, ഇങ്ങോട്ട് താ, ഞാൻ പാല് കൊടുക്കട്ടെ. മാഡം, വലിയൊരു അബദ്ധം പറ്റി മാഡം. എന്താ മോളെ? കുഞ്ഞിനെ മാറ്റിക്കൊടുത്തു മാഡം. എന്ത്? കുഞ്ഞ് മാറിപ്പോയിന്നോ? സോറി മാഡം. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങളൊന്ന് ചോദിക്കുക. സോറി സർ. എത്ര സിമ്പിൾ ആയിട്ട് സോറി എന്ന് പറയുന്നത്. കുഞ്ഞിനെ കൊണ്ടുപോവാ. സൂക്ഷിച്ച് മാഡം. കുഞ്ഞ് മാറിപ്പോയി മാഡം. ഒരു അബദ്ധം പറ്റിപ്പോയതാ മാഡം. ഇപ്പൊ സമാധാനായി. ഇതാ മാഡം നിങ്ങളുടെ കുഞ്ഞ്. നമ്മുടെ കുഞ്ഞെങ്ങനെ വെളുത്തായിട്ട് ജനിക്കുന്നത്? വാടാ എന്റെ കറുപ്പ് ഡയമണ്ടേ. ആദ്യമായിട്ട് എന്റെ മകൻ നിങ്ങളുടെ ഭാര്യ അടുത്ത് പാല് കുടിച്ചതുപോലെ നിങ്ങളുടെ മകനും എന്റെ ഭാര്യ അടുത്ത് നിന്ന് പാല് കുടിച്ചു. സാർ, ഇനിയിപ്പോ നിങ്ങളുടെ മകൻ എന്റെ മകൻ എന്നൊന്നുമില്ല, രണ്ടുപേരും നമ്മുടെ കുട്ടികളാ. ഇങ്ങനെ വേറെ വേറെ അമ്മമാർക്ക് ജനിച്ചിരുന്നാലും രണ്ട് അമ്മമാരുടെ അടുത്ത് പാല് കുടിച്ച് അനിയനും ചേട്ടനും പോലെ അടുത്തടുത്ത വീട്ടിൽ വളർന്ന ഇവര് അവരുടെ ചിന്തകൾ ഒരേപോലെ ഇരിക്കും. അവർ ചെയ്യുന്നതും ഒരേ കാര്യമായിരിക്കും. അങ്ങനെ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. പരിപാടി തീരുന്നതിനിപ്പുറം എററോ? അല്പം മുമ്പ് കിട്ടിയ പ്രധാന വാർത്ത. അശ്ലീല വെബ്സൈറ്റുകളെ ഗവൺമെന്റ് ഇന്ന് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്തു. കൂടാതെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അശ്ലീല ചിത്രങ്ങൾ കണ്ടാൽ വിചാരണ ചെയ്യപ്പെടാതെ അവരെ ജയിലിലടയ്ക്കാൻ ഉത്തരവിട്ടു. അശ്ലീല ചിത്രങ്ങൾ കാണരുതെന്ന് വിലക്ക് ഏർപ്പെടുത്തിയ ഗവൺമെന്റിനെതിരെ യുവാക്കൾ സമരം ചെയ്യുന്നു. ഈ സമരത്തിന് നേതൃത്വം വഹിക്കുന്നത് ചെറിയ പണ്ടൊക്കെ വെള്ളക്കാരെ തുരത്താൻ വേണ്ടിയിട്ടായിരുന്നു പോരാട്ടം നടന്നിരുന്നത്. ഇതിനൊക്കെയാണ് പോരാട്ടം ചെയ്യുന്നത്. എന്റെ കുട്ടികൾ ചെയ്യുന്നതും വെള്ളക്കാരെ പുറത്താക്കാനുള്ള പോരാട്ടം. ഒരു മിനിറ്റ്. ബീച്ചിൽ സമരം നടത്താതെ എന്തിനാ വീടിന് മുന്നിൽ സമരം നടത്തുന്നേ? ബീച്ചിൽ സമരം നടത്തിയ പോലീസ് അടിക്കുന്നുള്ള പേടിയാണോ? പേടിയോ? എനിക്കോ? എന്നെ ആരെങ്കിലും അടിച്ചെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ വീട്ടിന് പുറത്ത് പോരാട്ടം നടത്തുന്നത്. ഒരു മിനിറ്റ്. ഞാൻ ആരെങ്കിലും അടിക്കാതിരിക്കാനാ വീട്ടിന് പുറത്ത് പോരാട്ടം നടത്തുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് നല്ലതാണോ? നിങ്ങൾക്ക് എന്നെ തോന്നുന്നുണ്ടോ ഇങ്ങനെ ചെയ്തത് നല്ലതാണെന്ന്? ചോദിക്ക്. ഇതിന്റെ പോരാട്ടത്തെ ആദരിക്കുന്നുണ്ടല്ലോ. ഇതിന് നേതാവ് നിങ്ങളാണോ? നേതാവോ? ഇവിടെ നോക്ക്, എന്നെ നേതാവെന്ന് വിളിക്കുന്നില്ലേ, എന്റെ ആരാധകന്മാരാണ് നേതാക്കന്മാർ. കൂട്ടം കൂടിയതിൽ ഇവരാണ് നേതാക്കന്മാർ. നിങ്ങൾ മുന്നോട്ട് പോ. വേണ്ടി വിപ്ലവം ചെയ്യാൻ മാത്രം അങ്ങനെ എന്താ പ്രത്യേക ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതെന്താ വളരെ സ്ലോ? എടാ സിപ്പ് ഇടറാ, ആരെങ്കിലും കാണാൻ പോകുന്നു. സിപ്പ് റിപ്പയർ ആയി. സിപ്പ് റിപ്പയർ ആണോ? എന്തുവാടേ പറയുന്നത്? എടാ ഞാൻ പറഞ്ഞ റിപ്പയറായി കുടുങ്ങിയെന്ന്. എടാ പുതിയ പാൻ്റൊക്കെ മേടിക്കുമ്പോൾ അതിൽ ഇച്ചിരി എണ്ണ ഒഴിക്കണമെന്ന് അറിഞ്ഞൂടാ നിനക്ക്? ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാനാ? ഇതൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലേ പറഞ്ഞാൽ മതി. ഒന്ന് അനങ്ങാണ്ടിരിക്കടാ, ഒന്ന് അനങ്ങാണ്ടിരിക്കടാ. അതിലേക്ക് സാമാനം കുടുങ്ങിപ്പോയി. പിന്നെ പറഞ്ഞിട്ട് വരാം. ഒന്ന് അനങ്ങാണ്ടിരിക്കടാ. പോവേ, എന്ത് സിപ്പാടത്? ഏത് കടയിലെ പാൻ്റാണ്? എല്ലാം എന്താ ചെയ്യുന്നത്? ഇന്റർനെറ്റിൽ വിടറാ, വീഡിയോ എടുക്ക്. വന്ന് നിങ്ങളൊന്ന് സഹായിക്കാൻ നോക്കടാ. സിബ് റിപ്പയർ ചെയ്യാൻ പോയിട്ട് കോളേജിൽ തന്നെ ഇവരെ കുറിച്ച് എന്ത് വിചാരിച്ചിരിക്കുന്നു ഇപ്പൊ നിങ്ങൾ മനസ്സിലാവും. ഇതൊക്കെ ഒരു സംഭവമാണടാ. എന്റെ നാണക്കെടുത്തിനെ കൊല്ലം പറഞ്ഞ ഇനി കോളേജിൽ പോയി എങ്ങനെയാണ് നമ്മള് മുഖം കാണിക്കുന്നത്? ഇനി ആരായാലും നമ്മളെ ഒരു ഗേ എന്നല്ലേ കണക്കാക്കുള്ളൂ. നാണക്കെടുത്തുന്നത്
നീ എന്ത് വിചാരിച്ചിട്ട് ഇപ്പൊ പെണ്ണിനെ പോലെ കരഞ്ഞോണ്ടിരിക്കുന്നേ? പെണ്ണിനെ പോയത് നിന്നെ ഒരു ഗേ എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയണ വിഷമം എന്താ? ഇവിടെ ഒഴിക്കുന്നതിന് പകരം നിനക്ക് എന്റെ വായിൽ വെച്ചുവിടടാ. ആ ഒരു ഭാഗം എല്ലാ പ്രശ്നവും. നീ കരയുന്നില്ലടാ? കഴിക്ക് വാസു, എന്റെ വീട്ടിലെ ലഞ്ച് എങ്ങനെയുണ്ടെന്ന് നോക്ക്. അല്ലോ ഒരു ഇച്ചിരി ഡൗട്ട് ഉണ്ട്. ഇത്രയും ദിവസം ഒന്നും എന്റെ അടുത്തൊന്നും ആരും ഇരിക്കാറില്ലായിരുന്നല്ലോ. എന്താ കാര്യം? നിങ്ങളുടെ കൂടെ ആണെങ്കിൽ ഞങ്ങൾക്ക് സേഫ്റ്റിയാണ്. സേഫ്റ്റിയോ? അതെന്ത് സേഫ്റ്റിയാ? നിങ്ങൾ ഗേ അല്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്നും ചെയ്യില്ലല്ലോ. ഇങ്ങനെ കോളേജിൽ എല്ലാവരും ഇവരെ കളിയാക്കുമ്പോ മാലാക പോലെ ഒരു പെണ്ണ് അയൽവക്കത്ത് താമസിക്കാൻ വന്നു. അവളെ വളച്ച് ഈ നാട്ടിലുള്ളവർക്ക് ഇവർ ഗേ അല്ലെന്ന് പ്രൂവ് ചെയ്യാന്ന് വിചാരിച്ചാ അതിലൊരു പ്രശ്നമായി. ഹലോ അളിയ, നമ്മുടെ വീടിനെതിരെ ഒരു പുതിയ പെണ്ണ് വന്നിട്ടുണ്ട്. അടിപൊളിയാണോ? ഞാനൊന്ന് ലൈൻ ഇട്ട് പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ നീ മാത്രം എൻജോയ് ചെയ്യണ്ട, ഞാനില്ലാതെ. നോക്ക് നോക്കി. കണ്ടില്ലല്ലോ, മിസ് ചെയ്തല്ലോ. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാനിവിടെ ഇല്ലേ. എടാ വാസു, എന്താ ഡാഡി? മോളിൽ എന്താ ചെയ്തോണ്ടിരിക്കണേ? താഴ്ത്തിക്കോടാ. സ്റ്റാർ കൗണ്ട് ചെയ്തതാ ഡാഡി. വരുവാ ഡാഡി, വാടാളിയ. പെങ്ങളെ കെട്ടിയ ശ്രീധന തുക തരുവോ അളിയ അളിയ. എടാ വിളിച്ചോണ്ടിരിക്കാനായിട്ടില്ലേ? ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടാ. ഡാഡി, എടാ എന്താടാ മോളിൽ ചെയ്തോണ്ടിരിക്കണത്? ജോയ്സ്റ്റിക് ഇട്ട് കളിച്ചോണ്ടിരുന്ന ഡാഡി. ഷൂട്ടിംഗ് ഗെയിം അങ്കിൾ. കളിക്കൂട്ടുകാരായിട്ടാ വളർത്തിയേക്കണത്. എടാ ഈ പെണ്ണേ നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റാ വന്നിരിക്കുന്നത്. അതെ, നൈസ് ടു മീറ്റ് യു. ഏരിയ അറിയില്ലല്ലോ, അതാണ് സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോണത്രേ. ഒന്ന് കൂടെ പോയിട്ട് വാ. ഞങ്ങളോ? നിങ്ങളോടാ പറഞ്ഞത്, പോയി കൂട്ടിക്കൊണ്ട് പോ. സൂക്ഷിച്ച് കൂട്ടിക്കൊണ്ട് പോ. സൂക്ഷിക്കണം അങ്കിൾ, പക്ഷെ ഞങ്ങളല്ല സൂക്ഷിച്ച് നോക്കിക്കോളാന്ന് പറഞ്ഞതാ അങ്കിൾ. ഡാഡി ബൈ. നമ്മൾ നോക്കിയ കാര്യം പറയാതെ നമ്മളെ ഒരു പിടിയില്ല. ഇതാ താക്കോല്, നീ തന്നെ ഓടിക്ക്. നിനക്ക് ഓടിക്കാറില്ലേ? എനിക്ക് ഓടിക്കാൻ അറിയാം. ഇപ്പൊ നീ ഓടിക്ക്, നീ ഫ്രണ്ടിലിരുന്നോ. ഞാനും പറഞ്ഞോ. അയ്യോ, നിങ്ങൾ രണ്ടുപേരും മുകളിലെ റൂമിൽ എന്താ കണ്ടേ? നിന്നെ കണ്ടില്ലെന്ന് പറഞ്ഞതാ. കണ്ടില്ല അല്ലേ അളിയ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നും കണ്ടിട്ടില്ല സത്യമായിട്ടും? ഇല്ലെന്നേ, ഒന്നും കണ്ടില്ല. എന്തോ ദൈവമേ. അതല്ല, നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞിരുന്ന അതിനേക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾ കണ്ടത് കുറച്ചുകൂടെ അടുത്ത് കാണിക്കാൻ ഞാൻ കണ്ടതാ, ഞാൻ നല്ലപോലെ കണ്ടതാണ്. അതെ, കാണാനായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഡിസ്റ്റൻസിലല്ലേ കണ്ട, അതുകൊണ്ട് വളരെ കുഞ്ഞായിരുന്നു കാണാനായിട്ട്. പക്ഷെ കൊള്ളായിരുന്നു. സത്യം. നിങ്ങൾ മാത്രം കണ്ടാ മതിയോ? എനിക്കെന്താ കാണാൻ പാടില്ലേ? എന്ത്? രണ്ടുപേരും അവിടെ പോയി ഡ്രസ് അഴിച്ചിട്ട് നിക്ക്. ഡ്രസ് അഴിക്കണോ? ഇവിടെ വെച്ചോ? പ്ലീസ് വേണ്ട. നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ ഡ്രസ് നമുക്ക് വീട്ടിൽ പോയാലോ? വീട്ടിൽ അതൊന്നും പറ്റില്ല. വേഗം ഡ്രസ് അഴിക്ക്. നമ്മൾ നല്ലോണം പെട്ടു. വെച്ച് അഴിക്കണോ? പെട്ടെന്നാവട്ടെ. ഓക്കെ ആണോ? ആഹാ, താഴെ ഉള്ളതും അഴിക്കേ. എന്തുവാണത്? ഷെഡ് ഇട്ടിട്ടുണ്ടോ? അബദ്ധവശാലും എന്നാ അഴിച്ചോ? കുന്തം എന്തുവാടാ ഇതൊക്കെ? നമ്മളിവിടെ റോഡിലെ ഷെഡിയോടെ നിർത്തിയല്ലോ. മതിയോ? ജെട്ടിയും അഴിച്ചോളാ. നിങ്ങളുടെ ഷോർട്സ് പോലും അഴിച്ചിട്ടില്ല, ഞങ്ങൾ ഷെഡ് അയക്കാൻ പറയുന്നു. എന്റെ അച്ഛൻ പോലീസാ. നിങ്ങൾ കണ്ടത് അച്ഛനോട് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും പിടിച്ച് ജയിലിലിടും. വേഗം അഴിക്കേ. വേണ്ട വേണ്ട വേണ്ട, അഴിച്ചു കാണിച്ചുതരാം. നമ്മുടെ അവസ്ഥ എങ്ങനെയായല്ലോ അളിയ. എടുത്ത് അടുത്ത് എന്താ? നിങ്ങളുടെ ഡ്രസ്സെല്ലാം എടുത്ത് എറി. എന്താ? എങ്ങോട്ട്? കാറിലേക്ക് എറി. ഹലോ, ഇങ്ങോട്ടൊന്ന് നോക്കളിയാ അവരെന്താ ചെയ്യുന്നെന്ന്. ചുമ്മാ വിട്ടാ പറ്റത്തില്ല, എടുത്ത് ഫേസ്ബുക്കിൽ തന്നെ ഉണ്ടോ? ഇപ്പൊ തന്നെ കറക്റ്റാടാ, വാ എടുക്കാം. എന്തോടാ മിന്നലോ? എടാ നിന്റെ മിന്നൽ മാത്രമല്ല, ഏരിയയിലുള്ളവർ തന്നെ